ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ ഞാനും നിങ്ങളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മളെല്ലാവരും വലിപ്പ ചെറുപ്പം കൂടാതെ ഒരുമിച്ചു കൂടി ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥിച്ച് തുടങ്ങുകയാണ്. വചനം ധ്യാനിച്ച് ജീവിതം ആരംഭിക്കുകയാണ്. വചനത്തോട് ചേർത്ത് ജീവിതവും നിയോഗവും സമർപ്പിക്കുകയാണ്. ദൈവം ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കി തരുന്ന നല്ല സമയമാണ് ഇപ്പോൾ. നമുക്ക് ആദ്യമേ ദൈവത്തോട് നന്ദി പറയാം. ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്നത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ. നമുക്ക് നന്ദി പറയാൻ ഒത്തിരി കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. ദൈവം നൽകിയ ആയുസ്സും ആരോഗ്യവുമൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് ആ നിയോഗമെഴുതിയ പേപ്പർ കൈകളിലെടുക്കാം. ദൈവമേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറയാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ, വ്യക്തികൾ എല്ലാവരെയും ഓർത്ത് വചനത്തിലൂടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ തലമുറയെ, സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ എല്ലാം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഈ പ്രിയപ്പെട്ടവർക്ക് നൽകുവാൻ ദൈവം എന്നെ നിയോഗിച്ചതിന്, ഒരു ഉപകരണമായി കണ്ടതിന് ദൈവമേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് ആരുടെയും മഹത്വമല്ല, എല്ലാ മഹത്വവും അങ്ങേക്ക് മാത്രമാണ്. ഇത് ആരുടെയും കഴിവല്ല, ഇതാരുടെയും നേട്ടമല്ല, ഇത് ആരുടെയും വലിയൊരു അറിവിൻ്റെ ഫലമല്ല. ഇത് ദൈവത്തിൻ്റെ നിയോഗമല്ലാതെ മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പല്ലാതെ മറ്റൊന്നല്ല, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അല്ലാതെ മറ്റൊന്നല്ല. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ല. ഇതിൽ അഭിമാനിക്കാൻ ഞങ്ങൾക്കാർക്കും ഒരു വകയുമില്ല. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് മാത്രമാണ്. ഈ പ്രാർത്ഥന ഒരുക്കി തന്നതിന്, എത്രയോ കുടുംബങ്ങളെ വചനത്തിലൂടെ ബലപ്പെടുത്തിയതിന്, സൗഖ്യം നൽകിയതിന്, സന്തോഷം നൽകിയതിന്, സമാധാനം നൽകിയതിന് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി യേശുവേ സ്തുതി. കുടുംബത്തിലെ മാതാപിതാക്കളെ ഓർത്ത്, യുവാക്കളെ ഓർത്ത് നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ആ നിയോഗത്തിൻ്റെ പേപ്പർ എടുത്ത് അതിൽ വിശ്വാസത്തോടെ കുരിശടയാളം വരച്ച് നിയോഗ പ്രാർത്ഥന ചൊല്ലുക. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമോ? യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം എടുക്കുക. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോടരുളി ചെയ്തു,
സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താന പുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്കു ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരദേശിയായി പാർക്കുന്ന ഈ കനാൻ ദേശം മുഴുവൻ നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നെന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കുകയും ചെയ്യും. 15-ാമത്തെ വാക്യം. ദൈവം അബ്രഹാത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. അബ്രഹാം ദൈവത്തിൻ്റെ മുൻപിൽ വ്യാപരിച്ചപ്പോൾ അബ്രഹാമിന് കിട്ടിയ അനുഗ്രഹങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത്. അബ്രഹാം പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ ദൈവം നൽകി. അബ്രഹാമിന് മാത്രമല്ല നൽകിയത്, അബ്രഹാമിൻ്റെ ഭാര്യയ്ക്കും നൽകി. ഇതുപോലെ നമ്മളും പ്രാർത്ഥനയിൽ വ്യാപരിച്ചാൽ ഉറപ്പായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ആ പരിശ്രമവും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വലയം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ കരുതുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ പ്രസക്തമായ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഭയങ്കര അനുഗ്രഹത്തിൻ്റെ ഒരു കലവറയാണ്. ഒരു അണക്കെട്ട് പൊട്ടിയതുപോലെയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് വ്യാപരിച്ചപ്പോൾ ദൈവം തുറന്നു കൊടുത്തത് അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ഭണ്ഡാരമാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം ഇവിടെ ഉണ്ടാകുവാൻ എന്താണ് അബ്രഹാം അവിടെ ചെയ്തത്? ദൈവത്തിൻ്റെ മുൻപിൽ വ്യാപരിച്ചു. ആ വചനത്തിനു മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് സമർപ്പിച്ചു. ഇത്രയും കാര്യം ചെയ്തപ്പോൾ അത്രയും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും ദൈവം അതിനെ കണ്ടത് വലിയ വിലയുള്ളതായിട്ടാണ്. ഇപ്പോൾ 6 മണിക്കൊക്കെ എഴുന്നേറ്റ് ആളുകൾ വചനം തുറന്നു വച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടെയുള്ള പലരും നിസ്സാരമായി കിടന്നുറങ്ങും. ചിലപ്പോൾ നിങ്ങളെ കളിയാക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങുക എന്നൊക്കെ പറയും. എപ്പോഴെങ്കിലും കേട്ടാൽ പോരെ എന്നും പറയും. രാവിലെ എഴുന്നേറ്റ് വചനം കേൾക്കുമ്പോൾ, ഈ പ്രാർത്ഥന കൂടുമ്പോൾ
സ്വർഗത്തിലെ ദൈവം അതിനെ വിലയുള്ളതായി കാണും, അതിനെ പ്രധാനപ്പെട്ടതായി കാണും. ദൈവത്തിൽ വ്യാപരിച്ചപ്പോൾ അബ്രഹാം ചിന്തിക്കാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. നിങ്ങളുടെ നിയോഗവും ഈ വചനത്തിലെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ വച്ച് അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുന്ന ഒരു ദിവസമാകട്ടെ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ദൈവത്തിന്റെ മുൻപിൽ വ്യാപരിക്കുക, ദൈവവചനത്തിന്റെ മുൻപിൽ ഇരിക്കുക. ആ വചനത്തിന്റെ മുൻപിൽ അബ്രഹാത്തിനെ പോലെ സമർപ്പിക്കുക. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ പേര് അബ്ര എന്നല്ല, ഇനി മുതൽ അബ്രഹാം എന്നറിയപ്പെടും. പേരുമാറി ജനതകളും രാജാക്കന്മാർ വരെ നിന്നിൽ നിന്ന് പുറപ്പെടും. നിന്റെ മക്കൾ അത്ര ഉയർച്ചയിലെത്തും. എന്താണ് അബ്രഹാം ചെയ്തത്? ദൈവത്തിന്റെ മുൻപിൽ വ്യാപരിച്ചു. നിങ്ങളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമൊക്കെ ദൈവം തന്ന ശുശ്രൂഷയാണ്. ഇത് ദൈവം ഒരുക്കിയ ഒരു നിമിഷമാണ്. ഇതിനെ വില കുറച്ച് കാണരുത്. വിലയുള്ളതിന് വില കൽപ്പിക്കുമ്പോൾ വിലയുള്ളവരായി മാറുന്നു. വിലയുള്ളതിന് വില കൽപ്പിക്കുമ്പോൾ ജീവിതത്തിന് വില കൈവരും. ഈ നിയോഗത്തെ ഈ വചനത്തോട് ചേർത്ത് വയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനത്തോട് ചേർത്ത് വച്ചിട്ട് നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലാം. ആ നിയോഗങ്ങൾ കൈകളിൽ ഒന്നെടുത്ത് സാധിക്കുമെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കേട്ട വചനം മനസ്സിൽ വെച്ച് ഈ നിയോഗ പ്രാർത്ഥന ചൊല്ലാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ഒരുമിച്ച് ഏറ്റുചൊല്ലാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് അങ്ങ് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബമായിട്ടാണ് വചനം കേൾക്കുന്നതെങ്കിൽ, ഈ പ്രാർത്ഥന കൂടുന്നതെങ്കിൽ പരസ്പരം കരങ്ങൾ ഒന്ന് കോർത്ത് പിടിക്കാമോ? ഒരു പക്ഷേ നിങ്ങൾ മറ്റേതെങ്കിലും റൂമിലോ ഹോസ്റ്റലിലോ ആണെങ്കിൽ കൂട്ടായിട്ട് ആരെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈകളൊന്ന് കോർത്ത് പിടിച്ച് ഈ അനുഗ്രഹവചനം മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ കുറെ കൂടി അനുഗ്രഹമുള്ളതായി മാറട്ടെ. നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ, ജോലി ചെയ്യുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ അനുഗ്രഹമുള്ള കാരണങ്ങളായി മാറട്ടെ. അധ്വാനിക്കാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ. സാമ്പത്തികം ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കട്ടെ. ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ പരസ്പര സ്നേഹവും പരസ്പര പ്രാർത്ഥനയും എല്ലാം വർദ്ധിക്കട്ടെ. അകന്നു മാറി നിൽക്കുന്ന കുടുംബങ്ങൾ പരസ്പരം അടുത്തു വരട്ടെ. കർത്താവേ, ഈ അന്തരീക്ഷത്തിൽ പുകപടലങ്ങൾ കാറ്റിൽ പറത്തിക്കളയുന്നത് പോലെ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കാറ്റ്, വചനത്തിന്റെ കാറ്റ് മൂടി നിൽക്കുന്ന ഈ പുകപടലത്തെ മാറ്റി അങ്ങ് വിശുദ്ധീകരിക്കണമേ. മനസ്സിൽ കടക്കുന്ന അസ്വസ്ഥതയും വിഷമവും വിദ്വേഷവും, മിണ്ടാതിരിക്കുന്ന അവസ്ഥയും പിണങ്ങിയിരിക്കുന്ന അവസ്ഥയും മാറട്ടെ.
സ്നേഹത്തിൽ വളരാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ വെളിച്ചമുണ്ടാകട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും ദൈവം നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ കരുതുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. ആമേൻ. സ്വർഗരാജ്ഞി, കരുണയുടെ അമ്മയുമായ പരിശുദ്ധ അമ്മേ, വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും ഈ സമയത്ത് സ്വർഗീയ സഹായം തേടി ഞാൻ താഴ്മയോടെ അമ്മയുടെ മുൻപിൽ വന്നിരിക്കുന്നു. എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്ന എല്ലാ തിന്മകളും ദിവ്യകാരുണ്യത്തിൻ്റെ പ്രകാശത്താൽ തിളങ്ങുന്ന പ്രഭാത നക്ഷത്രമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കൃപകൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ദൈവമാതാവേ, ദൈവത്തിൻ്റെ സിംഹാസനത്തിനു മുൻപിൽ അമ്മ കരുണയുടെയും സ്നേഹത്തിൻ്റെയും അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കാലത്ത് അമ്മയുടെ മക്കളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവുമായുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങളുടെ കണ്ണുകളിലും ഹൃദയങ്ങളിലും കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരെയും ആർദ്രമായി നോക്കുവാൻ ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന വേദനകൾ, ഞങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഉത്കണ്ഠകളും, ഞങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ആശങ്കകളും അമ്മ അറിയുന്നുവല്ലോ. അമ്മയുടെ ആശ്വാസകരമായ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്തുവാനും അമ്മയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ സുഖം പ്രാപിക്കുവാനും ഞങ്ങളുടെ ഭാരം വഹിക്കുവാൻ, ഞങ്ങളുടെ മാധ്യസ്ഥം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാ തിന്മകളും, എല്ലാ വേദനകളും, എല്ലാ കഷ്ടപ്പാടുകളും അകറ്റി ഞങ്ങളുടെ പരീക്ഷണങ്ങളെ വിശ്വാസത്തോടെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ മേൽ കൈകൾ നീട്ടുവാനും അമ്മയുടെ സ്നേഹം ലോകത്തോട് പങ്കുവയ്ക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. എല്ലാ കൃപകളുടെയും അമ്മയായ കന്യകാമറിയമേ, ശരീരത്തിലും ആത്മാവിലും ആരോഗ്യവും ക്ഷേമവും കൈവരിക്കുന്നതിനുള്ള ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ മകനോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും ഇടയാകട്ടെ. സ്വർഗരാജ്ഞി പരിശുദ്ധ മറിയമേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളെ നയിക്കുകയും പിതാവായ ദൈവത്തിൻ്റെ പക്ഷത്ത് ഞങ്ങളെ നിത്യമഹത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യണമേ. ഓ ആർദ്രതയും അനുകമ്പയുമുള്ള അമ്മ മറിയമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി ഉണ്ടാകട്ടെ.
ഈ സമയം മറികടക്കാനാവാത്ത എല്ലാ പ്രതിസന്ധികളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും, ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന കഷ്ടപ്പാടുകളും എല്ലാം മാറുവാൻ അമ്മേ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഗുരുതരമായ രോഗം, വേദന, വിഷാദം, ഉത്കണ്ഠ, എല്ലാത്തര ദോഷങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ധൈര്യപൂർവം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, പ്രക്ഷുബ്ധമായ ലോകത്ത് അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാകുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവസ്നേഹത്തിൽ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ അങ്ങേ പുത്രനോട് പറഞ്ഞ് മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ഇന്ന് കേട്ട വചനത്തിലൂടെ, ഇന്ന് കേട്ട അനുഗ്രഹത്തിലൂടെ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളെ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ. പരിശുദ്ധ അമ്മേ, വിശ്വാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ. അമ്മയോടുള്ള ഞങ്ങളുടെ ഭക്തി അമ്മയുടെ പുത്രനായ യേശുവുമായുള്ള ആഴത്തിലുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കുകയും സ്വർഗരാജ്യത്തിൽ നിത്യജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ. ജീവിതയാത്രയുടെ ഓരോ ചുവടുവെപ്പിലും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ സംരക്ഷിച്ച് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ദിവ്യകാരുണ്യത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്ന എല്ലാ തിന്മകളും തുടച്ചു നീക്കപ്പെടുവാൻ ദിവ്യകാരുണ്യത്തിൻ്റെ സിംഹാസനത്തിനു മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഏറ്റവും പ്രയാസകരമായ പരീക്ഷണങ്ങളിൽ പോലും അമ്മ ഞങ്ങളുടെ കോട്ടയാണെന്നും അമ്മയുടെ മാതൃത്വത്തിൻ്റെ മടിയിൽ ഞങ്ങൾ അഭയം കണ്ടെത്തുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. അത്ഭുതങ്ങളുടെ അമ്മയായ കൃപാസന പ്രസാദവര മാതാവേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ സഹായത്താൽ ഞങ്ങൾ തരണം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പാതയെ സത്യത്തിൻ്റെ പ്രകാശത്താൽ വെളിച്ചത്താൽ നയിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കൃപ നൽകണമേ. ജീവിതത്തിൻ്റെ പൂർണ്ണതയും ദൈവിക കൃപയും അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.